ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വിശ്വാസം? വാട്ട് ഈസ് ഫെയ്ത്ത്? Faith is the realization of what is hoped for and evidence of things not seen. വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. എന്താണ് എൻ്റെ വിശ്വാസം? ആരെയാണ് അല്ലെങ്കിൽ ആരിലാണ് ഞാൻ വിശ്വസിക്കുന്നത്? എൻ്റെ വിശ്വാസം എൻ്റെ യേശുവിലാണ്. ഞാൻ വിശ്വസിക്കുന്നത് യേശു ഏകരക്ഷകൻ ആണെന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ചേരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ്? എവിടെയാണ് ഞാൻ വിശ്വാസത്തിൽ വളരുന്നത്, തുടങ്ങുന്നത്? എൻ്റെ കുടുംബമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ തുടക്കം. എൻ്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എൻ്റെ കുടുംബ പ്രാർത്ഥന, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ദേവാലയത്തിൽ പോകുന്നത്, ഇതെല്ലാമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ തുടക്കം. പിന്നെ എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് പകർന്നു തന്ന വിശ്വാസം, വേദപാഠ പുസ്തകങ്ങളിലൂടെ ഞാൻ നേടിയെടുത്ത വിശ്വാസം, സഭ എനിക്ക് നൽകുന്ന വിശ്വാസം, എല്ലാത്തിനും ഉപരിയായി വിശ്വാസം ദൈവത്തിൻ്റെ ദാനം. ദൈവത്തിൻ്റെ ദാനമായ ആ വിശ്വാസം ജീവിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കിയ പല വ്യക്തികളെയും നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ ചില വ്യക്തികളെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിലൂടെ സഞ്ചരിച്ച അല്ലെങ്കിൽ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച ചില വ്യക്തികളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു. ദൈവം അബ്രാഹത്തിനോട് പറയുന്നത് ഇപ്രകാരമാണ്: നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി അവിടെ അവനെ എനിക്കായി നീ ബലി നൽകുക. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ആ മനുഷ്യൻ ദൈവം പറയുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നു. ആഴമുള്ള വിശ്വാസമാണ് നാം അവിടെ കാണുന്നത്. ദൈവത്തെ വിശ്വസിച്ച് ഫറവോയുടെ അടുത്തേക്ക് പോകുന്ന മോശയെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം തുടങ്ങി നാം ഇപ്രകാരം വായിക്കുന്നു. തന്നെ അയക്കുന്ന ദൈവത്തോട് മോശ പറയുന്നത് ഇപ്രകാരമാണ് നാം അവിടെ വായിക്കുന്നത്: ഞാൻ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയല്ല, വിക്കുള്ള ഒരു മനുഷ്യനാണ്. എന്നാലും എല്ലാം സൃഷ്ടിച്ച അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മോശ ഫറവോയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നു. ദൈവം പറഞ്ഞതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഫറവോയുടെ അടുത്തേക്ക് പോകുന്ന മോശ. അതുപോലെ തന്നെ നാം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ ജോബ് ഇപ്രകാരമാണ് ജോബിനെ കുറിച്ച് നാം വായിക്കുന്നത്: തൻ്റെ ഭാര്യയും മറ്റുള്ളവരും ദൈവത്തിന് എതിരായി സംസാരിക്കുവാനായിട്ട് ജോബിനോട് പറയുമ്പോൾ ജോബ് അതെല്ലാം നിരസിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജോബ് ഇപ്രകാരമാണ് പറയുന്നത്: എന്നെ കൊന്നാലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന്. ആഴപ്പെട്ട ഒരു വിശ്വാസമാണ് നാം ജോബിൽ കാണുന്നത്. അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിലും ദാനിയേലിന്റെ വിശ്വാസത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. വിശന്നു വലഞ്ഞ സിംഹക്കൂട്ടിലേക്ക് ദാനിയേലിനെ ഇട്ടുകൊടുക്കുമ്പോഴും
ദൈവത്തിൽ വിശ്വസിക്കുന്ന ഡാനിയേലിനെയാണ് നാം കാണുന്നത്. ഡാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവൻ ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ ദൈവം മാലാഖമാരെ അയച്ച് സിംഹത്തിൻ്റെ വായ അടച്ചു, അതുകൊണ്ട് അവ എന്നെ ഉപദ്രവിച്ചില്ല. വിശന്നു വലഞ്ഞ സിംഹങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഡാനിയേലിനെയാണ് നാം കാണുന്നത്. വിശ്വസിക്കുന്നവരെ സഹായിക്കുന്ന, കാത്തു പരിപാലിക്കുന്ന ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിലൂടെ സഞ്ചരിച്ച് വിശ്വാസത്തിൽ ജീവിച്ച ഒത്തിരി വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ വിശ്വാസം ദൈവമായിരുന്നു, യേശുവായിരുന്നു അവരുടെ വിശ്വാസം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1:38 മുതലുള്ള വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു. പരിശുദ്ധ കന്യാമറിയം പറയുകയാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എന്താണ് പരിശുദ്ധ കന്യാമറിയം ഇത്ര പൂർണ്ണമായി വിശ്വസിച്ച് തന്നെ കർത്താവിലേക്ക് അർപ്പിക്കുന്നത്? പരിശുദ്ധ കന്യാമറിയം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്: ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിശ്വാസത്തോടു കൂടി പരിശുദ്ധ കന്യാമറിയം പറയുന്നത്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന്. ദൈവ വെളിപ്പെടുത്തലുകളെ വിശ്വാസത്തോടെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഔസേപ്പിതാവിനെയും നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഒരു സംശയവും കൂടാതെ സ്വപ്നത്തിൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവ്. മത്തായിയുടെ സുവിശേഷം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ശതാധിപൻ വിശ്വാസത്തോടെ യേശുവിനോട് പറയുന്നത് ഇപ്രകാരമാണ്: നിന്നെ എൻ്റെ വീട്ടിൽ സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. എന്നിട്ട് ആ ശതാധിപന് ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത്: എനിക്കും അധികാരമുണ്ട്. എൻ്റെ ഒരു പടയാളിയോട് പോകൂ എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരൂ എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, വേറൊരുവനോട് ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. ഇത് കേട്ടിട്ട് 8-ാമത്തെ അധ്യായത്തിൽ തന്നെ വാക്യം 10 യേശു ഇപ്രകാരമാണ് പറയുന്നത്. ഇത് കേട്ട് ഈശോ ആശ്ചര്യത്തോടെ പറയുന്നു: ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല എന്ന്. യേശു ഇപ്രകാരം പറയണമെങ്കിൽ ആ ശതാധിപന്റെ വിശ്വാസം എത്ര ആഴമുള്ളതാണ്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം അധ്യായം 5 വചനം 28 നാം ഇപ്രകാരം വായിക്കുന്നു: അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കും എന്ന് വിശ്വസിച്ച ഒരു സ്ത്രീ. വിശ്വസിക്കുന്നവരെ സുഖപ്പെടുത്തുന്ന, കാത്തു പരിപാലിക്കുന്ന യേശു. വിശ്വസിക്കുന്നവരെ സുഖപ്പെടുത്തുന്ന, കാത്തു പരിപാലിക്കുന്ന യേശുവിനെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. വിശ്വാസത്തെക്കുറിച്ച് സഭ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: വിശ്വാസം ദൈവത്തിൻ്റെ ദാനം. ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് തികച്ചും വ്യക്തിപരവും സൂപ്പർ നാച്ചുറൽ ഒരു പുണ്യവുമായിട്ടാണ് സഭ നമ്മളോട് പറയുന്നത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിന് ഈ പുണ്യം നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുന്നതിന് വിശ്വാസം അനിവാര്യമാണെന്നാണ് സഭ പറഞ്ഞു വെക്കുന്നത്. സേവനത്തിലൂടെയും പ്രഖ്യാപനത്തിലൂടെയുമാണ്
നാം നമ്മുടെ വിശ്വാസം പ്രകടമാക്കേണ്ടത്. എൻ്റെ വിശ്വാസം ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുണ്യപ്രവൃത്തികളിലൂടെ എൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം. എൻ്റെ വിശ്വാസം അതായിരിക്കട്ടെ എൻ്റെ ജീവിതം. ഞാൻ മധ്യപ്രദേശിലെ സാഗർ രൂപതയിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ ന്യൂയോർക്കിൽ ചാപ്ലിനായിട്ട് സേവനം ചെയ്യുന്നു. എൻ്റെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഒത്തിരി രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പല വ്യക്തികളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും വിഷമങ്ങളെയും സങ്കടങ്ങളെയും കാണാനായിട്ടും കേൾക്കാനായിട്ടും ഇടവരാറുണ്ട്. അതിൽ ഒത്തിരി പേർ വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ്. ചിലരൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടവരുമുണ്ട്. എന്നാൽ ചിലർ വിശ്വാസം ഇല്ലാത്തവരും. ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തികളെ എൻ്റെ സേവനത്തിൻ്റെ ഇടയ്ക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാനായിട്ട് ഇടവന്നപ്പോൾ ആ വ്യക്തി വളരെ ഗുരുതരമായ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയായിരുന്നു. ആ വ്യക്തിയുടെ ചുറ്റും അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു, മക്കളും പേരമക്കളും. ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥിക്കേണ്ട സമയം വന്നപ്പോൾ ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ചാലും, നിങ്ങളുടെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചാലും. ഉടനെ അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മക്കളും പേരമക്കളും കൈകോർത്ത് പിടിച്ച് അപ്പച്ചൻ്റെ കൈയും പിടിച്ച് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അപ്പൻ പകർന്നു നൽകിയ വിശ്വാസം, അപ്പൻ പകർന്നു നൽകിയ മക്കളിലേക്ക് പകർന്നു നൽകിയ വിശ്വാസം മക്കൾ പേരമക്കളിലേക്ക് നൽകിക്കൊണ്ട് അവരെല്ലാവരും ഒന്നു ചേർന്ന് ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നു എന്നാണല്ലോ നാം പറയുക. വിശ്വാസത്തിൻ്റെ മാതൃക എനിക്ക് കാണിച്ചു തന്ന ഒരു നല്ലൊരു ഉദാഹരണമായിരുന്നു എൻ്റെ ആ വിസിറ്റ്. പിന്നീട് ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ ഇടവന്നപ്പോൾ ആ വ്യക്തിയുടെ മകളും അയാളുടെ അടുത്ത് മൊബൈലിൽ നോക്കി എന്തോ ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആപ്പച്ചൻ എന്നോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ അച്ഛാ? ഞാൻ ആ മകളോട് പറഞ്ഞു, ഞാൻ മകളുടെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പച്ചൻ്റെ ആവശ്യപ്രകാരം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ആ മകള് എന്നോട് പറഞ്ഞു, ഓക്കെ അച്ഛാ. അത്രയും പറഞ്ഞ് ആ മകള് ഒരു വ്യത്യാസവും കൂടാതെ ആ മൊബൈലിൽ എന്ത് നോക്കിക്കൊണ്ടിരുന്നു അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു ജനത, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസത്തോടെ യേശുവിനോട് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മറന്നു പോകുന്ന, അല്ലെങ്കിൽ സമയം കണ്ടെത്താതെ പോകുന്ന വ്യക്തികൾ, വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തികളെ എനിക്ക് അതിലൂടെ കാണാൻ സാധിച്ചു. മറ്റൊരവസരത്തിൽ ഞാൻ ഒരു രോഗിയുടെ അടുത്തെത്തി. ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഐ ആം ഫാദർ ആൻഡ്രൂ ഫ്രം പാസ്റ്റർ കെ. ഉടനെ ആ വ്യക്തി ഒത്തിരി ദേഷ്യത്തോടെ എന്നെ നോക്കി. പേടിപ്പെടുത്തുന്ന ഒരു മുഖം. ആ മനുഷ്യന്റെ മുഖവും കണ്ണുകളും ഇത്രയും പേടിപ്പെടുത്തുന്നതായിരുന്നു. എനിക്കും അധികം നേരം നോക്കി നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗാഡ്, ഐ ആം ആൻ അതെയിസ്റ്റ്, ഐ ഡോണ്ട് വാണ്ട് യുവർ പ്രയർ.
ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാനൊരു എത്തയിസ്റ്റാണ്, എനിക്ക് നിങ്ങളുടെ ഒരു പ്രയറും വേണ്ട, ഒരു പ്രാർത്ഥനയും വേണ്ട. വിശ്വാസം ഇല്ലാത്ത വ്യക്തികൾ. ഞാൻ അമേരിക്കയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ്, അമേരിക്കയെക്കുറിച്ച് കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്രകാരമാണ്. വിശ്വാസമില്ലാത്ത ഒരുപാട് ജനങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസം നശിച്ച ഒരുപാട് ജനങ്ങൾ, വിശ്വാസത്തിൽ ജീവിക്കാൻ മറന്നുപോയ ഒരുപാട് ജനങ്ങൾ, ഒഴിഞ്ഞ പള്ളികൾ, പ്രാർത്ഥനയ്ക്ക് ആളുകളില്ലാത്ത ഒരു സ്ഥലം എന്നുള്ള കുറച്ച് അറിവുകളോടുകൂടിയാണ് ഞാൻ ഈ അമേരിക്കയിലെത്തുന്നത്. പക്ഷെ പല സന്ദർഭങ്ങളിലും എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ഇടവകയിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി തുടങ്ങി രാത്രി 10 മണി വരെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധന. എനിക്കും ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു സമയങ്ങളാണ്. എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ആരാധനയിൽ കുറച്ച് സമയം പങ്കെടുക്കാനായിട്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ജനങ്ങളുടെ ഇടയിൽ ഒത്തിരി പേര് വിശ്വാസത്തോടെ ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഒത്തിരിയേറെ ജനങ്ങൾ വരുന്നതായിട്ടും വിശ്വാസത്തോടു കൂടി ആ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതായിട്ട് കാണാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവം ജനതകളെ വിശ്വാസത്തിൽ വളർത്തുന്നു എന്നുള്ളൊരു ബോധ്യം, ഒരു തിരിച്ചറിവ് എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് നേടിത്തന്നു, അല്ലെങ്കിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും എന്നാണ് നാം വായിക്കുന്നത്. വിശ്വാസത്തിന് എല്ലാം സാധ്യമാണ്. വിശ്വാസത്തിന് എല്ലാം സാധ്യമാണെന്നാണ് യേശു ഇവിടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായി കിട്ടിയ വിശ്വാസം, ദൈവത്തിൽ നിന്ന് എനിക്ക് ദാനമായി കിട്ടിയതാണ് എൻ്റെ വിശ്വാസം എന്നൊരു തിരിച്ചറിവ്. എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നും, സഭയിലൂടെയും നാം ഓരോരുത്തരും സ്വീകരിച്ച വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബലപ്പെടുത്തി വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ വിശ്വാസം അതാവട്ടെ എൻ്റെ ജീവിതം. ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും കൂടി പറയാം, ഞങ്ങൾ വിശ്വസിക്കുന്നു.